നമ്മളുടെ എല്ലാം പറമ്പിൽ ആരോടും അനുവാദം ചോദിക്കാതെ എവിടെയും ഒരു പരിചരണവുമില്ലാതെ വളർന്നു വരുന്ന ഒന്നാണ് ചുണ്ടയ്ക്ക. കുറേ കായ്കളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇത് വഴുതനങ്ങ ആയിരിക്കും എന്നാണ് കരുതിയത്. കണ്ടില്ലേ? അപ്പം കായ വന്നതിന് ശേഷമാണ് ഇത് ചുണ്ടയ്ക്കയാണ് എന്ന് മനസ്സിലായത്. ഇതിൻ്റെ ഭയങ്കര മുള്ളുണ്ട്. നമ്മുടെ ബോഡിയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ മുറിഞ്ഞ് ഒരു പരുവമാകുന്ന മുള്ളാണ്. ചുണ്ടയ്ക്ക കൊണ്ട് അടിപൊളി മെഴുക്ക് വരട്ടി, തീയൽ, തോരനൊക്കെ ഉണ്ടാക്കാം. പക്ഷേ അതിലൊരു കാര്യം ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. അതെന്താണെന്ന് ഇപ്പോൾ പറയാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ടു സ്പെഷ്യസ് ഹെൽത്തി കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ റെസിപ്പി ചുണ്ടയ്ക്ക കൊണ്ടൊരു മെഴുക്ക് വരട്ടി. ചുണ്ടയ്ക്ക ഒരുപാട് ഗുണമേന്മയുള്ള ഒന്നാണെന്ന് പലർക്കും അറിയില്ല. വഴുതനങ്ങയുടെ ഫാമിലിയിൽപ്പെട്ടതാണ് ചുണ്ടയ്ക്ക. ചുണ്ടയ്ക്ക കൊണ്ട് തോരന്, തീയല്, മെഴുക്ക് വരട്ടിയൊക്കെ ഒരുപാട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഒറ്റ കാര്യം ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ, ഇതിന് കയ്പുണ്ട്. ആ കയ്പ് മാറ്റിയെടുക്കാതെ അതുണ്ടാക്കാൻ നിൽക്കരുത്. നല്ലതുപോലെ കയ്പ് മാറിയാൽ മാത്രമേ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇതുവരെ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും കമൻറ്റ് തരാനും മറക്കരുതേ. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ചുണ്ടയ്ക്ക. ഒരു ചൊല്ലുണ്ട്, ചുണ്ടയ്ക്ക കൊടുത്തിട്ട് വഴുതനങ്ങ വാങ്ങിയെന്ന്. അല്ലെങ്കിൽ നേരെ തിരിച്ചാ പറയണ്ടേ, വഴുതനങ്ങ കൊടുത്തിട്ട് ചുണ്ടയ്ക്ക വാങ്ങിയെന്നാണ് പറയേണ്ടത്. എൻ്റെ അമ്മയുടെ ചൊല്ല് എനിക്ക് എപ്പോഴും ചുണ്ടയ്ക്ക കാണുമ്പോൾ ഓർമ്മ വരാറുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ എല്ലാം ഗ്രീൻ പീസ് ഉണ്ടല്ലോ, ഫ്രഷ് മട്ടർ, അതുപോലെ ഇരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് ഇതാണ്. ഒരു ചെറിയ ലൈറ്റ് പച്ച കളർ ആകുമ്പോഴാണ് പാകം. ലൈറ്റ് പച്ചയായിട്ടിരിക്കണം, ലൈറ്റ് പച്ച കളർ. ഇതാണ് ഇതിൻ്റെ പരുവം. അപ്പം നമ്മൾ എല്ലാം എടുത്ത് നമുക്കിനി ഇതിൻ്റെ മെയിൻ പരിപാടി ഇനിയാണ്. അമ്മിക്കല്ല് ഉള്ളവർക്കാണ് ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പം. നമുക്ക് കുറച്ച് ചുമന്നുള്ളി വേണം. ഒരു 10-15 ചുമന്നുള്ളി എടുക്കാം. പിന്നെ കുറച്ച് നമുക്ക് ക്രഷ്ഡ് റെഡ് ചില്ലി വേണം. നമ്മുടെ ചുമന്ന മുളക് പൊടിയല്ല, ചതച്ചത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടേ കയ്പില്ലാതെ ഇത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനുള്ള സ്റ്റെപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ ചതച്ചെടുക്കുക. അതിന് അമ്മിക്കല്ല് തന്നെയാണ് സാധാരണ ഇതുണ്ടാക്കുമ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് അമ്മിക്കല്ല് ഇല്ലാത്തത് കൊണ്ട് ഇതിപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് കാണിക്കാം. ഇതിലിടിച്ചെടുക്കാം. നമുക്ക് അകത്തുള്ള കുരു കളയുക എന്നുള്ളതാണ് ഇതിൻ്റെ കയ്പ് മാറ്റാനുള്ളൊരു വിദ്യ. അത് മാറ്റാതെ നമുക്കിത് കഴിക്കാൻ പറ്റത്തില്ല, നല്ല കയ്പാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊന്നിങ്ങനെ ഇട്ടിട്ട് ഒരു 4-5 എണ്ണം വീതം, ഒത്തിരി ഇടാൻ പറ്റത്തില്ലല്ലോ. ഇതിലിങ്ങനെ ചതച്ചെടുക്കണം. അത് ചതച്ചെടുക്കുന്നതിന് നല്ലപോലെ ചതച്ചെടുക്കണം. ഞാൻ കാണിക്കാൻ. ഇത് ചതച്ചപ്പം തന്നെ നല്ലപോലെ ചതയുന്നുണ്ട്, കണ്ടോ? നല്ലപോലെ ചതച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പം നല്ലപോലെ ചതച്ചാലേ ഇതിൻ്റെ കുരു പോവുകയുള്ളൂ. അല്ലെങ്കിൽ കുരു നമുക്ക് കളയണമെങ്കിൽ ഇത് കുറേ പ്രാവശ്യം. ഇത് കണ്ടോ, ഇതിനകത്തുനിന്ന് വീഴുന്ന കുരു കണ്ടോ? ഇതിൻ്റെ ഈ മുകളത്തെ സാധനമുള്ളൂ, അകത്ത് മൊത്തം കുരുവാണ്. ആ കുരുവാണ് കളയേണ്ടത്. ഈ കുരു യാതൊരു കാരണവശാലും നമ്മൾ എടുക്കരുത് കേട്ടോ. നമുക്ക് ഈ മേളത്തെ കവർ മാത്രമാണ് വേണ്ടത്. ഇത് ഒലച്ച് കഴുകണം നല്ലതുപോലെ കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തെ ആ കുരു അങ്ങ് പോയി കിട്ടിക്കോളും. നമുക്കിത് മൊത്തം അങ്ങനെയൊന്ന് ചതച്ചെടുക്കാം. ഒരു 4-5 പ്രാവശ്യമെങ്കിലും നല്ലതുപോലെ ഒലച്ച് കഴുകണം. ഇതിങ്ങനെ ഞെവിടി കഴുകണം. അപ്പം ഇതിനകത്തുള്ള ഈ കുരു കംപ്ലീറ്റ് പോകണം. അതങ്ങനെ കുറച്ചൊന്നും പോയാൽ പോരാ. ഇതിനകത്ത് നിറച്ച് കുരുവാണ് കേട്ടോ. അപ്പോൾ അത് ഞെവിടി കഴുകണം ഇങ്ങനെ. അപ്പോൾ അതിനകത്തുള്ള ആ കുരുകളൊക്കെ പോകണമെങ്കിൽ ഒരു കുരു പോലും ഉണ്ടായിരിക്കാൻ പാടില്ലെന്നാണ് പറയണേ. എങ്കിലേ നമ്മളിത് കയ്പില്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇത് ഇങ്ങനെ ഒലച്ചൊലച്ച് ഒരു 5-6 പ്രാവശ്യം കഴുകി കഴിയുമ്പോൾ ഇതിനകത്തെ ആ കുരുവെല്ലാം നമുക്കൊന്ന് പോയി കിട്ടും. എന്താ കുരു കണ്ടോ? ഇത്രയും കുരുവാണ്. ഒരു 4-5 പ്രാവശ്യം ഒലച്ച് ഞെവിടി കഴുകി എടുത്തിട്ട് കാണിക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചുണ്ടയ്ക്ക ഞാൻ കംപ്ലീറ്റ്ലി ഞെരടി കഴുകിയെടുത്ത് നല്ലതുപോലെ അതിനകത്ത് ഓരോ കുരു പോലും ഇല്ലാതെ ആ കുരു മൊത്തം പോയി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചേക്കുക, അല്ലെങ്കിൽ ഇത് കറുത്തു പോകാനുള്ള സാധ്യതയുണ്ട്. വഴുതനി അങ്ങനെയാണല്ലോ. അപ്പം ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്നും നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് പിന്നെ മെഴുക്കുരട്ടി ഉണ്ടാക്കാം. അല്ലാതെയും മെഴുക്കുരട്ടി ഡയറക്റ്റ് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ നമ്മളിങ്ങനെയൊന്ന് വേവിച്ചിട്ടുണ്ടാക്കുമ്പോൾ
അതാണ് മെഴുക്ക് പുരട്ടിക്ക് നല്ലത്. തോരനാകുമ്പോൾ നമുക്ക് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാമല്ലോ അരപ്പിട്ടിട്ട്. മെഴുക്ക് പുരട്ടിക്ക് നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് ഇത് വഴട്ടി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആ ഒരു വെള്ളത്തോട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ മെഴുക്ക് പുരട്ടി അത്ര ശരിയാവില്ല. അപ്പം ഞാൻ ഇത് വേവാൻ ഒരല്പം ഒരു ഹാഫ് ബോളോളം ചെറിയ കട്ടോരിക്ക് ഹാഫ് കട്ടോരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ശകലം ഉപ്പ് കൂടി നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്വല്പം ഉപ്പ്, ഒരുപാട് വേണ്ട, കുറച്ചുപ്പ്. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുവാണ് ഒരു 4 to 5 മിനിറ്റ് വരെ. ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അത് ചൂടായിട്ടുണ്ട് നല്ലതുപോലെ. ഇത് ഞാൻ ഒരു 4 മിനിറ്റ് വേവിച്ചെടുത്തു. നല്ലതുപോലെ വെന്തു. ഇത് വെറും സ്കിൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് പക്ഷെ സോഫ്റ്റ് ആണ്. സ്കിൻ മാത്രമാണ് എന്നുകൊണ്ട് ഹാർഡല്ല. ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പോലെ സോഫ്റ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ എണ്ണ ചൂടായി കിടക്കുകയാണ്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ചുമന്നുള്ളി ചതച്ചതങ്ങ് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. കരിഞ്ഞു പോകാതെ നോക്കണമേ. ഇനി നമുക്ക് ചുണ്ടക്കയുടെ കുറച്ച് കഥ പറയാം. എൻ്റെ അമ്മയുടെ ഏറ്റവും എനിക്ക് എന്താ പറയുന്നത്, ഞാനും എൻ്റെ ഇളയ ബ്രദറും കൂടെ ചെറുപ്പത്തിൽ ഈ അടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഈ അമ്മമാർ പറയുന്ന ഒരു ഡയലോഗായിരുന്നു, ചുണ്ടയ്ക്ക കൊടുത്തിട്ട് വഴുതനങ്ങ വാങ്ങരുതെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി കൂടി കഴിയുമ്പോൾ ആർക്ക് ഇടി കൂടുതൽ കിട്ടുന്നോ അപ്പം അവരോട് പറയുന്നതാണ് ചുണ്ടയ്ക്ക കൊടുത്തിട്ട് വഴുതനങ്ങ വാങ്ങരുതെന്ന്. അപ്പം എനിക്ക് ചുണ്ടയ്ക്ക കാണുമ്പോൾ അതാണ് ഓർമ്മ വരിക. ചുണ്ടയ്ക്ക കാണാൻ വളരെ ചെറുതാണ്, പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ ഇവൻ ഭയങ്കര ഒരു വമ്പനാണ്. നമ്മളുടെ മറ്റുള്ള വെജിറ്റബിൾസിനേക്കാളൊക്കെ ഭയങ്കരമായിട്ട് ഒരുപാട് ഗുണങ്ങളുള്ള, അതാണ് പണ്ടുള്ള അമ്മമാരും പഴമക്കാരും പറയുന്നത് ചുണ്ടയ്ക്ക ഒരുപാട് കഴിക്കുമായിരുന്നു വന്ന. ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളുമുള്ള ഒന്നാണ്. ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒരുപാട് മിനറൽസ്, ഫൈബർ, പ്രോട്ടീൻ, അയൺ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അയണിൻ്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ അനീമിയ പോലത്തുള്ള അസുഖങ്ങൾ മാറിക്കിട്ടുകയും നമ്മൾക്ക് ഉറക്കം അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ശരിയാകും. അതുപോലെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട്, ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് നല്ലതാണ്. പിന്നെ പനി, കഫം, ജലദോഷം, തൊണ്ട അടച്ചിൽ, കഫം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റാണ്. ഇത് കഴിക്കുക. എവിടെ കിട്ടുന്നോ എത്ര കിട്ടുന്നോ അല്പമെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഒരുപാട് ഡൈജഷന് നല്ലതാണ്. ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാൻ ഡയബറ്റിക് പേഷ്യൻസിന് ഒരുപാട് നല്ലതാണ്. നമ്മളുടെ ബ്ലഡ് പ്രഷർ ഒരുപാട് കുറയ്ക്കുന്നതിന് ഒരുപാട് കണ്ടൻസ് ഇതിലുണ്ട്. ബ്ലഡ് പ്രഷർ ഒരുപാട് കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഹാർട്ട് ഡിസീസുകൾ ഒരുപാട് കുറഞ്ഞു കിട്ടുന്നതാണ്. ഇതിൻ്റെ ഗുണങ്ങൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, വീഡിയോ നീണ്ടുപോകും. ഒരുപാട് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൊടുക്കാം. ഇത് പറിച്ചു കൊണ്ടുവരുമ്പോൾ ചുണ്ടയ്ക്കയാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ കായ്കൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചുണ്ടയ്ക്കയാണ് എന്ന് ധരിച്ച് കഴിച്ചു കളയരുത്. ചുമന്നുള്ളി ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്തോട്ട് ഞാൻ ക്രഷ് ചെയ്തെടുത്ത റെഡ് ചില്ലി ഒരു 1/2 ടേബിൾ സ്പൂൺ മതി കേട്ടോ, കാരണം ഭയങ്കര എരിവായി പോകും. ഒരു ലിറ്റിൽ ബിറ്റ് മഞ്ഞൾ, ഒത്തിരി വേണ്ട, ശകലം, ജസ്റ്റ് ഒരു പിഞ്ച് മഞ്ഞൾ ഒന്ന് ഇട്ടൊന്ന് വഴട്ടിയെടുക്കുക. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക. മുളക് ഒരു 1/2 ടേബിൾ സ്പൂൺ മതി, അതായത് ഒരു 1 ടീസ്പൂൺ കേട്ടോ. എത്രയും ചുണ്ടയ്ക്ക ഉണ്ടോ അതനുസരിച്ച്. ഐ മീൻ ടു സേ, എൻ്റെ അടുത്ത് ഒത്തിരി ഇല്ലല്ലോ ചുണ്ടയ്ക്ക, അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ. ഈ മുളകിൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് ഈ ചുണ്ടയ്ക്ക ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഫ്രണ്ട്സ്, അടുത്ത ഒരു ടിപ്പ്. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ചുണ്ടയ്ക്ക കുറവാണ്, ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ അടുത്ത് ചുണ്ടയ്ക്ക കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീയൽ വെക്കാം, തോരൻ വെക്കാം. ഭയങ്കര അടിപൊളിയാണ് തീയലും തോരൻ വെക്കാനായിട്ട്. ആൾക്കാരുണ്ടല്ലോ, ചിലരൊക്കെ കായ, ചെറിയ നേന്ത്രക്കായ ചെറുതായിട്ട് മുറിച്ചിട്ട് അത് മെഴുക്കുവരട്ടിയാക്കി എടുക്കാറുണ്ട്. ഇതിൻ്റെ കൂടെ കായയും കൂടെ ഇട്ട് ചിലർ പയർ ആഡ് ചെയ്യാറുണ്ട്. അപ്പം ഞാനിതൊന്നും ആഡ് ചെയ്യാതെ ചുണ്ടയ്ക്ക കഴിക്കുമ്പം ചുണ്ടയ്ക്ക മാത്രം അതിൻ്റെ ഗുണങ്ങൾ ഡയറക്റ്റ് നമുക്ക് കിട്ടണം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഒരല്പം കറിവേപ്പില, 2-3 കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആദ്യമേ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, സിമ്പിൾ മെഴുക്കുവരട്ടി റെഡി. അടിപൊളി മെഴുക്കുവരട്ടി റെഡി. കണ്ട, കിച്ചണിൽ ഒരു ഇച്ചിരി ഇരുട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ചെറിയ ചെറിയ മുത്തുമണികൾ കിടക്കുന്ന പോലെ തോന്നും. അടിപൊളിയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്തു, സൂപ്പർ ടേസ്റ്റിയാണ്. ഇത്രയും ടേസ്റ്റിയാണ്. അത് വഴുതനയുടെ ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ, ഒരു പ്രത്യേകതരം ടേസ്റ്റാണ്.
അപ്പോൾ എപ്പോൾ കിട്ടിയാലും ഇനി നമ്മളുടെ കുഞ്ഞു ചുണ്ടയ്ക്കായി അല്ലെങ്കിൽ ചുണ്ടങ്ങ വെറുതെ വിടരുത്. അവനെ എവിടെ കണ്ടാലും പറിച്ചുകൊണ്ട് വരിക, മെഴുക്കുരട്ടിയോ തോരോ തീയിലോ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ഈ ചുണ്ടയ്ക്ക മെഴുക്കുരട്ടി ഇഷ്ടമായി എന്ന് കരുതുന്നു. ചെറിയ റെസിപ്പിയാണ്, പക്ഷേ ഈ കുഞ്ഞനുള്ള ഗുണങ്ങൾ അമ്പമ്പോ ഇവൻ ആൾ ഇത്രയും ഉള്ളെങ്കിലും ഉണ്ടല്ലോ ഇത്രയും ഗുണങ്ങൾ. അപ്പം വീഡിയോ ഇഷ്ടമായാലും ഒരു ലൈക്ക് തരാനും കമൻറ്റ് തരാനും മറക്കരുതേ. നമ്മൾക്ക് ചോറിൻ്റെ കൂടെ സാമ്പാർ, പരിപ്പ്, രസം ഇതിൻ്റെയൊക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളുടെ ചുണ്ടയ്ക്ക മെഴുക്കുരട്ടി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻസുകളും അഭിപ്രായങ്ങളും കമൻസ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ കമൻസും സബ്സ്ക്രിപ്ഷൻസുമാണ് ആവശ്യം, വ്യൂസുമാണ് ആവശ്യം. മുന്നോട്ടുള്ള സ്ട്രെങ്ത് അതാണ്. അപ്പം സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായി വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ഈറ്റ് ഹെൽതി, സ്റ്റേ ഹെൽതി. താങ്ക് യു.